എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിൽ 2022 മുതൽ 2025 വരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളുടെയും ഒരു ഡിസ്കഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന ഫയർമാൻ പരീക്ഷയിൽ ഈ ക്ലാസ് വളരെയധികം ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഒരു അഗ്നിശമനി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശരിയായ രീതി ഏതാണ്? താഴെ പറയുന്നവയിൽ ഒരു എക്സ്റ്റിങ്യൂഷർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശരിയായ രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പാസ് ആണ് ഒരു എക്സ്റ്റിങ്യൂഷർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശരിയായ രീതി. പാസിൻ്റെ പൂർണ്ണരൂപം പുൾ, എയിം, സ്ക്യൂസ്, സ്വീപ്പ്. പുൾ, എയിം, സ്ക്യൂസ് ആൻഡ് സ്വീപ്പ് എന്നതാണ് പാസിൻ്റെ പൂർണ്ണരൂപം. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഈഥൈൽ മെർക്യാപിറ്റൻ. ഈഥൈൽ മെർക്യാപിറ്റൻ ആണ് ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ. ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡാണ് ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നത്. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിലാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ക്ലാസ് ഡി ഫയർ. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ക്ലാസ് ഡി ഫയറിൽ ഉൾപ്പെടുന്നു. താഴെ പറയുന്നവയിൽ വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗം ഏതാണ്? താഴെ പറയുന്നവയിൽ വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ബ്ലാങ്കറ്റിംഗ്, സ്മോദറിംഗ്. ബ്ലാങ്കറ്റിങ്ങും സ്മോദറിങ്ങുമാണ് താഴെ പറയുന്നവയിൽ വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗം. താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധിയുള്ളത് ഏതിനാണ്? താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധിയുള്ളത് ഏതിനാണ്? ആൻസർ ഓപ്ഷൻ സി, അസറ്റിലിൻ. അസറ്റിലിനാണ് ഏറ്റവും ഉയർന്ന ജ്വലന പരിധി ഉള്ളത്. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൽ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ബോയിൽസ് നിയമം. ബോയിൽസ് നിയമമാണ് ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൽ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന നിയമം. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ഉത്പതനം. ഉത്പതനമാണ് ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയ. താഴെ പറയുന്നവയിൽ അഗ്നിശമന മാധ്യമം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ അഗ്നിശമന മാധ്യമം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, FM 500. FM 500 ആണ് താഴെ പറയുന്നവയിൽ അഗ്നിശമന മാധ്യമം അല്ലാത്തത്. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫ്രെഡറിക് എസ് മാർക്ക്. ഫ്രെഡറിക് എസ് മാർക്കിനെയാണ് ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറാണ് കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേര്. CPR എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? CPR എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ. കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷനാണ് CPR എന്നതിൻ്റെ പൂർണ്ണരൂപം. അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ പ്രയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏതാണ്? അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ടൂർണിക്കൈ. ടൂർണിക്കൈയാണ് അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ പ്രയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ. നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ട്രയേജ്.
ട്രയേജ് ആണ്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേര്. AED ഏത് അവസ്ഥയിൽ ഉപയോഗിക്കുന്നു? AED ഏത് അവസ്ഥയിലാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഹൃദയാഘാതം. ഹൃദയാഘാതം വരുമ്പോഴാണ് AED ഉപയോഗിക്കുന്നത്. പ്രഥമ ശുശ്രൂഷയിൽ ABC എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രഥമ ശുശ്രൂഷയിൽ ABC എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ. എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ എന്നതിനെയാണ് പ്രഥമ ശുശ്രൂഷയിൽ ABC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പ്ലിൻ്റ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പ്ലിൻ്റ് താഴെ പറയുന്നവയിൽ എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, അസ്ഥിഭംഗം. സ്പ്ലിൻ്റ് അസ്ഥിഭംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ വിവരസാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ വിവരസാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 2000. 2000-ലാണ് ഇന്ത്യയിൽ വിവരസാങ്കേതിക നിയമം നിലവിൽ വന്നത്. സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നുകയറുന്ന സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേര് എന്താണ്? സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നുകയറുന്ന സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. ക്ലാസ് സി ഫയറുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 1 മാത്രം. 1. ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിലുണ്ടാകുന്ന തീപിടുത്തം. ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് സി ഫയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ജ്വലനത്തിനടിസ്ഥാനമായ ഘടകങ്ങളെ ആസ്പദമാക്കി അഗ്നിശമനം നടത്തുന്നതിനായുള്ള വിവിധ മാർഗങ്ങളിൽ ശരിയായത് താഴെ പറയുന്നവയിൽ ഏതാണ്? ജ്വലനത്തിനടിസ്ഥാനമായ ഘടകങ്ങളെ ആസ്പദമാക്കി അഗ്നിശമനം നടത്തുന്നതിനുള്ള വിവിധ മാർഗങ്ങളിൽ ശരിയായത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. 1. കൂളിംഗ്. 2. സ്മോത്തറിംഗ്. 3. സ്റ്റാർവേഷൻ. കൂളിങ്ങും സ്മോത്തറിങ്ങും സ്റ്റാർവേഷനും ജ്വലനത്തിനടിസ്ഥാനമായ ഘടകങ്ങളെ ആസ്പദമാക്കി അഗ്നിശമനം നടത്തുന്നതിനായുള്ള വിവിധ മാർഗങ്ങളാണ്. തീയുടെ വ്യാപനത്തിനാവശ്യമായ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇതൊന്നുമല്ല. ഒരു വസ്തു ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ ഡാഷ് എന്ന് പറയുന്നു. ഒരു വസ്തു ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ എ, ജ്വലനോഷ്മാവ്. ജ്വലനോഷ്മാവാണ് ഒരു വസ്തു ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ്. യൂണിറ്റ് മാസുള്ള ഒരു വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപം. യൂണിറ്റ് മാസുള്ള ഒരു വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപം. ആൻസർ ഓപ്ഷൻ സി, ദ്രവീകരണ ലീനതാപം. ദ്രവീകരണ ലീനതാപമാണ് യൂണിറ്റ് മാസുള്ള ഒരു വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപം. ഉത്പതനം എന്ന പ്രക്രിയ താഴെ പറയുന്ന ഏത് ഖരപദാർത്ഥത്തിലാണ് സംഭവിക്കാത്തത്? ഉത്പതനം എന്ന പ്രക്രിയ താഴെ പറയുന്ന ഏത് ഖരപദാർത്ഥത്തിലാണ് സംഭവിക്കാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിലാണ് ഉത്പതനം സംഭവിക്കാത്തത്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ മെൽറ്റിംഗ് പോയിൻ്റ് ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ടങ്സ്റ്റൺ. ടങ്സ്റ്റണിനാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ മെൽറ്റിംഗ് പോയിൻ്റ് ഏറ്റവും കൂടിയ ലോഹം. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന് നൽകിയിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്? LPGക്ക് നൽകിയിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, UN നമ്പർ 1075. UN നമ്പർ 1075 ആണ് LPGക്ക് യുണൈറ്റഡ് നേഷൻസ് നൽകിയിരിക്കുന്ന നമ്പർ. അഗ്നിശമനത്തിനുപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണ്?
അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, സോഡിയം ക്ലോറൈഡ്, ട്രൈകാൽസ്യം ഫോസ്ഫേറ്റ്. മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, സോഡിയം ക്ലോറൈഡ്, ട്രൈകാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവ ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളാണ്. ദുരന്ത അഥവാ അപകട സാഹചര്യങ്ങൾ വ്യക്തികളുടെ പരിക്കിൻ്റെ തീവ്രതയെയും നൽകേണ്ട ചികിത്സയെയും അടിസ്ഥാനമാക്കി അപകടത്തിൽപ്പെട്ടവരെ തരംതിരിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ സി, ട്രയേജ്. ട്രയേജാണ് ദുരന്തത്തിൽ അഥവാ അപകട സാഹചര്യത്തിൽ വ്യക്തികളുടെ പരിക്കിൻ്റെ തീവ്രതയെയും നൽകേണ്ട ചികിത്സയെയും അടിസ്ഥാനമാക്കി അപകടത്തിൽപ്പെട്ടവരെ തരംതിരിക്കുന്നത്. CPRൻ്റെ പൂർണ്ണരൂപം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഈ ക്വസ്റ്റ്യൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ എ, കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ. കാർഡിയോ പൾമിനറി റെസിസിറ്റേഷനാണ് CPRൻ്റെ പൂർണ്ണരൂപം. ശരീരത്തിലെ അസ്ഥി പൊട്ടി അതിൻ്റെ ഭാഗങ്ങൾ ശരീരകലകളെയും ത്വക്കിനെയും തുളച്ച് മുറിവുണ്ടാക്കി പുറത്തു വരുന്ന തരത്തിലുള്ള അസ്ഥിഭംഗത്തെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ സി, കോമ്പൗണ്ട് ഫ്രാക്ചർ. കോമ്പൗണ്ട് ഫ്രാക്ചറാണ് ശരീരത്തിലെ അസ്ഥി പൊട്ടി അതിൻ്റെ ഭാഗങ്ങൾ ശരീരകലകളെയും ത്വക്കിനെയും തുളച്ച് മുറിവുണ്ടാക്കി പുറത്തു വരുന്ന അവസ്ഥ. പൊള്ളലേറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 3 മാത്രം. പൊള്ളലേറ്റ ഭാഗത്ത് ലോഷൻ, ഡെറ്റോൾ എന്നിവ ഉപയോഗിക്കുക. പൊള്ളലേറ്റ ഭാഗത്ത് ലോഷൻ, ഡെറ്റോൾ എന്നിവ ഉപയോഗിക്കുന്നത് പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്ത ഒന്നാണ്. പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ പാമ്പ് കടിയേറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. അടിയന്തരമായി ആൻറ്റിവെനം കുത്തിവെക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക. 2. കടിയേറ്റ ഭാഗം ഹൃദയനിരപ്പിൽ നിന്നും താഴ്ത്തി വെക്കുക. 3. നടക്കാൻ അനുവദിക്കാതിരിക്കുക. ഒരു വ്യക്തിയുടെ ശ്വാസനാളത്തിൽ പുറമേ നിന്നുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായു സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയെ ഡാഷ് എന്ന് പറയുന്നു. ഒരു വ്യക്തിയുടെ ശ്വാസനാളത്തിൽ പുറമേ നിന്നുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായു സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ എ, ചോക്കിംഗ്. ഒരു വ്യക്തിയുടെ ശ്വാസനാളത്തിൽ പുറമേ നിന്നുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായു സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയെ ചോക്കിംഗ് എന്ന് പറയുന്നു. IRCSൻ്റെ പൂർണ്ണരൂപം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. IRSൻ്റെ പൂർണ്ണരൂപമാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനായി ചുവടെ ചേർക്കുന്ന ഏതെല്ലാം ധമനികൾ പ്രത്യേക മർദ്ദബിന്ദുവായി കണക്കാക്കപ്പെടുന്നു? അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനായി ചുവടെ ചേർക്കുന്ന ഏതെല്ലാം ധമനികൾ പ്രത്യേക മർമ്മബിന്ദുവായി കണക്കാക്കപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, ഇവയെല്ലാം. 1. പോപ്ലിറ്റിയൽ ആർട്ടറി. 2. ബ്രാക്കിയൽ ആർട്ടറി. 3. ഫിമറൽ ആർട്ടറി. 1 പോപ്ലിറ്റിയൽ ആർട്ടറി, 2 ബ്രാക്കിയൽ ആർട്ടറി, 3 ഫിമറൽ ആർട്ടറി. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരം എത്ര അസ്ഥികൾ ചേർന്നതാണ്? പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരം എത്ര അസ്ഥികൾ ചേർന്നതാണ്? ആൻസർ ഓപ്ഷൻ ബി, 206. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരം 206 അസ്ഥികൾ ചേർന്നതാണ്. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000-ൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000-ൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, KR നാരായണൻ. KR നാരായണനാണ് ഇൻഫോർമേഷൻ ആക്ട് 2000-ൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ്. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിലെ 66-ാം വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിലെ 66-ാം വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ സി, 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും. 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയുമാണ് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിലെ 66-ാം വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിലുണ്ടാകുന്ന തീപിടുത്തം ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു?
ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, ക്ലാസ് സി. ക്ലാസ് സി ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസത്തിന് എന്തു പറയുന്നു? ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസം. ആൻസർ ഓപ്ഷൻ എ, ഉത്പതനം. ഉത്പതനമാണ് ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയ. താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓക്സിജൻ. ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന വാതകം. LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഈഥൈൽ മെർക്യാപിറ്റൻ. ഈഥൈൽ മെർക്യാപിറ്റനാണ് LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തു. ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു ഏതാണ്? ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, മോണോ അമോണിയം ഫോസ്ഫേറ്റ്. മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ് ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു. ബ്യൂട്ടൈൻ്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ്? ബ്യൂട്ടൈൻ്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ സി, 9. ബ്യൂട്ടൈൻ്റെ ഉയർന്ന ജ്വലന പരിധി 9%. MSDSൻ്റെ പൂർണ്ണരൂപം എന്താണ്? MSDSൻ്റെ പൂർണ്ണരൂപം. ആൻസർ ഓപ്ഷൻ ബി, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നതാണ് MSDSൻ്റെ പൂർണ്ണ രൂപം. കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവ് എത്രയാണ്? കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, ഫ്ലാഷ് പോയിൻ്റ്. ഫ്ലാഷ് പോയിൻ്റാണ് കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവ്. TECയിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? TECയിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ് എന്നിവയാണ് TECയിലെ ഘടകങ്ങൾ. ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്ര kJ/kg ആണ്? ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്ര kJ/kg ആണ്? ആൻസർ ഓപ്ഷൻ ബി, 2260. 2260 kg/kg ആണ് ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം. പ്രഥമ ശുശ്രൂഷയിൽ DRAB എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? പ്രഥമ ശുശ്രൂഷയിൽ DRAB എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ്. ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ് എന്നതാണ് പ്രഥമ ശുശ്രൂഷയിൽ DRAB എന്നതിൻ്റെ ഫുൾ ഫോം. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത്. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം. 1. ജീവൻ രക്ഷിക്കുക. 2. കൂടുതൽ മുറിവുകൾ ഇല്ലാതെ സംരക്ഷിക്കുക. 3. അപകടങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് സഹായിക്കുക. ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഇവയിൽ ഏതാണ്? ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക എന്നതാണ് ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ. ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് കാരണം കൊണ്ടാണ്? ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് കാരണം കൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ ഡി,
ശക്തമായ തണുപ്പ് മൂലം. ശക്തമായ തണുപ്പ് മൂലമാണ് ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കുന്നത്. സ്കാൾഡ് എന്നാൽ എന്ത്? സ്കാൾഡ് എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ എ, നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്കുണ്ടാവുന്ന മുറിവ്. നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്കുണ്ടാവുന്ന മുറിവിനെയാണ് സ്കാൾഡ് എന്ന് പറയുന്നത്. മാക്സിമം ഇൻഹൈലേഷൻ ശേഷം പരമാവധി പുറത്തുവിടാവുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേര് എന്താണ്? മാക്സിമം ഇൻഹൈലേഷൻ ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റിയാണ് മാക്സിമം ഇൻഹലേഷൻ ശേഷം പരമാവധി പുറത്തുവിടാവുന്ന വായുവിൻ്റെ അളവ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്റ്റേപ്പിസ് ബോൺ. സ്റ്റേപ്പിസ് ബോണാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ്? താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജലം. ജലമാണ് താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം. താഴെ പറയുന്നവയിൽ ശരി ഏതാണ്? താഴെ പറയുന്നവയിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിൻ്റ് വളരെ കുറഞ്ഞതാകുന്നു. ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിൻ്റ് വളരെ കുറഞ്ഞതാകുന്നു. 1 യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തെ ഏത് പേരിൽ സൂചിപ്പിക്കുന്നു? 1 യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തെ ഏത് പേരിലാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, വിശിഷ്ട താപധാരിത. വിശിഷ്ട താപധാരിതയാണ് 1 യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫ്യൂവലിനെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സ്റ്റാർവേഷൻ. സ്റ്റാർവേഷനാണ് ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടത്തുന്നത് ഏത് വിധമാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടത്തുന്നത് ഏത് വിധമാണ്? ആൻസർ ഓപ്ഷൻ സി, വികിരണം. വികിരണമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടത്തുന്ന വിധം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ MSDSൻ്റെ പൂർണ്ണരൂപം ഏതാണ്? ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ MSDSൻ്റെ പൂർണ്ണരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് എന്നതാണ് MSDSൻ്റെ പൂർണ്ണരൂപം. ഇത് PSC പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷറുമായി ബന്ധപ്പെട്ട് പാസിൻ്റെ പൂർണ്ണരൂപം ഏതാണ്? പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷറുമായി ബന്ധപ്പെട്ട് പാസിൻ്റെ പൂർണ്ണരൂപം ഏത്? ആൻസർ ഓപ്ഷൻ എ, പുൾ, എയിം, സ്ക്യൂസ് ആൻഡ് സ്വീപ്പ്. പുൾ, എയിം, സ്ക്യൂസ് ആൻഡ് സ്വീപ്പ് എന്നതാണ് പാസിൻ്റെ പൂർണ്ണരൂപം. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പല വർഷങ്ങളിലും ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്ക്യൂഷ് മീഡിയം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്ക്യൂഷിംഗ് മീഡിയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പത. ഫോമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്ക്യൂഷിംഗ് മീഡിയം. ഗാർഹിക പാചകവാതക സിലിണ്ടറിൽ നിന്ന് LPG ലീക്കായാൽ ആയത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നതിന് LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥം ഏതാണ്? ഗാർഹിക പാചകവാതക സിലിണ്ടറിൽ നിന്ന് LPG ലീക്കായാൽ ആയത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നതിന് LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഈഥൈൽ മെർക്യാപിറ്റൈൻ. ഈഥൈൽ മെർക്യാപിറ്റൈൻ ആണ് ഗാർഹിക പാചകവാതക സിലിണ്ടറിൽ നിന്ന് LPG ലീക്കായാൽ ആയത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നതിന് LPGയുടെ ഒപ്പം ചേർക്കുന്ന രാസപദാർത്ഥം. ഇതും PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ CPR നൽകുന്നതിൻ്റെ ഉദ്ദേശം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ CPR നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന്. ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടം പുനഃസ്ഥാപിക്കുന്നതിനുമാണ് CPR നൽകുന്നതിൻ്റെ ഉദ്ദേശം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വ്യക്തി ചോക്കിങ്ങിൻ്റെ ലക്ഷണവുമായി പ്രകടിപ്പിക്കുവാൻ സാധ്യത ഇല്ലാത്ത കാര്യം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വ്യക്തി ചോക്കിങ്ങിൻ്റെ ലക്ഷണവുമായി പ്രകടിപ്പിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. കൈകാലുകളിൽ നീർക്കെട്ട് പ്രകടമാക്കുക. അപ്പോൾ നമുക്ക് ചോക്കിങ്ങിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. കൈകൾ തൊണ്ടയോട് ചേർത്ത് പിടിച്ചിരിക്കുക അല്ലെങ്കിൽ തൊണ്ട ഭാഗത്തേക്ക് കൈ ചൂണ്ടി കാണിക്കുക. 2. ശ്വാസം എടുക്കുന്നതിനും സംസാരിക്കുന്നതിനും ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുക. 3. ത്വക്കിൻ്റെ നിറം ചാരം അല്ലെങ്കിൽ നീല നിറമാകുന്നു. അപ്പോൾ ഇവയൊക്കെയാണ് ചോക്കിങ്ങിൻ്റെ ലക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ. ശരീരത്തിൽ പൊള്ളൽ ഏറ്റതുമൂലമുണ്ടാകുന്ന കുമിളകൾ അടിയന്തിരമായി പൊട്ടിച്ച് കളയണം. ശരീരത്തിൽ പൊള്ളൽ ഏറ്റതുമൂലമുണ്ടാകുന്ന കുമിളകൾ അടിയന്തിരമായി പൊട്ടിച്ച് കളയണം. ഇത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഹൃദയത്തിൻ്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകരമായ ഒരു ഉപകരണമാണ് AED. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇതിൻ്റെ ശരിയായ പൂർണ്ണരൂപം ഏതാണ്? ഹൃദയത്തിൻ്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകരമായ ഒരു ഉപകരണമാണ് AED. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇതിൻ്റെ ശരിയായ പൂർണ്ണരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ എന്നതാണ് AEDയുടെ പൂർണ്ണരൂപം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എപ്പിഗ്ലോട്ടിസിൻ്റെ ധർമ്മം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ എപ്പിഗ്ലോട്ടിസിൻ്റെ ധർമ്മം എന്താണ്? ആൻസർ ഓപ്ഷൻ എ. ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാമ്പ് കടിയേറ്റതിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാമ്പ് കടിയേറ്റതിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി. മേൽ കാണിച്ചിരിക്കുന്നവയെല്ലാം. 1. പാമ്പിൻ്റെ പല്ലുകൾ ഇറങ്ങിയതിൻ്റെ പാടുകൾ. 2. കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന. 3. കടിയേറ്റ ഭാഗത്തിന് ചുറ്റും നീർക്കെട്ടും ചുവപ്പ് നിറവും. 4. മനം പുരട്ടലും ഛർദിലും. ഇവയൊക്കെയാണ് പാമ്പ് കടിയേറ്റത്തിൻ്റെ ലക്ഷണങ്ങൾ. മുറിവിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും ആയതിന് കടും ചുവപ്പ് നിറമാണെങ്കിൽ ഏതുതരം രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്നു? മുറിവിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും ആയതിന് കടും ചുവപ്പ് നിറമാണെങ്കിൽ ഏതുതരം രക്തസ്രാവത്തെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി. ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം. ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവമാണ് മുറിവിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും ആയതിന് കടും ചുവപ്പ് നിറവും. മനു തൻ്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ചു വെച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിൻ്റെ അനുമതിയില്ലാതെ കണ്ടെത്താനും നശിപ്പിക്കുവാനും വേണ്ടി മനുവിൻ്റെ സഹപ്രവർത്തകൻ വിനു ശ്രമിക്കുന്നു. ഇതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തത് മറ്റൊരു സഹപ്രവർത്തകനായ വരുൺ ആണ്. വിനു മനുവിൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണും ചെയ്ത കുറ്റം. ആൻസർ ഓപ്ഷൻ ബി. കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തി വയ്ക്കുക. കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തി വെക്കുക എന്നതാണ് വിനുവും വരുണും ചെയ്ത കുറ്റം. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്തു. ശേഷം
മുതിർന്ന പൗരൻ്റെ അക്കൗണ്ടിൽ നിന്ന് 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡൻറ്റിറ്റി തെഫ്റ്റ്. തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡൻറ്റിറ്റി തെഫ്റ്റാണ് ഇവിടെ നടന്ന കുറ്റകൃത്യം. താഴെ പറയുന്ന വസ്തുക്കളിൽ ഉത്പാദനത്തിന് ഉദാഹരണമാകുന്ന വസ്തു ഏതാണ്? താഴെ പറയുന്ന വസ്തുക്കളിൽ ഉത്പാദനത്തിന് ഉദാഹരണമാകുന്ന വസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. 2 കർപ്പൂരം. LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്രയാണ്? LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്ര? ആൻസർ ഓപ്ഷൻ ബി 2%. 2% LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ്. LPG ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഇത് പല പ്രാവശ്യമായിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഫയർമാൻ പരീക്ഷയ്ക്ക് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. LPG ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഈഥൈൽ മെർക്യാപിറ്റൻ. ഈഥൈൽ മെർക്യാപിറ്റൻ ആണ് LPG ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു. ബിലീവ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ബിലീവ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ എന്നതാണ് ബിലീവിൻ്റെ പൂർണ്ണരൂപം. ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം താഴെ പറയുന്നവയിൽ ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി പാസ്കലിൻ്റെ നിയമം. പാസ്കലിൻ്റെ നിയമമാണ് ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം. ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന രേഖ എന്താണ്? ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന രേഖ. ആൻസർ ഓപ്ഷൻ എ ട്രെം കാർഡ്. ട്രെം കാർഡാണ് ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന രേഖ. ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്ര? ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 540 കിലോ കലോറി പെർ കിലോഗ്രാം. 540 കിലോ കലോറി പെർ കിലോഗ്രാമാണ് ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം. ഡിസ്ചാർജ് ഹോൺ ഏത് തരം ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ ഭാഗമാണ്? ഡിസ്ചാർജ് ഹോൺ ഏത് തരം ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ എ 2 മാത്രം. 2 കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷർ. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ ഭാഗമാണ് ഡിസ്ചാർജ് ഹോൺ. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്രയാണ്? മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 38 ഡിഗ്രി സെൽഷ്യസ്. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ. പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. കാർഡിയോ പൾമണറി റെസസിറ്റേഷനെയാണ് CPR എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. താഴെ പറയുന്നവയിൽ എമർജൻസി ഹോർമോൺ ഏത്? താഴെ പറയുന്നവയിൽ എമർജൻസി ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അഡ്രിനാലിൻ. അഡ്രിനാലിനാണ് എമർജൻസി ഹോർമോൺ. രക്തത്തിലെ ഓക്സിജൻ വാഹകർ താഴെ പറയുന്നതിൽ ഏതാണ്? രക്തത്തിലെ ഓക്സിജൻ വാഹകർ താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ആണ് രക്തത്തിലെ ഓക്സിജൻ വാഹകർ. വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി ഏതാണ്? വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക. ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ
തുടർച്ചയായി മർദ്ദം ചെലുത്തുന്നത് മൂലം വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സാധിക്കുന്നു. താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത് ഏതാണ്? താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ആണ് താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത്. പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 3. പൊള്ളലേറ്റ ഭാഗം ലഭ്യമായ തുണി കൊണ്ട് ഉപയോഗിച്ച് കെട്ടിവെക്കണം. പൊള്ളലേറ്റ ഭാഗം ലഭ്യമായ തുണി ഉപയോഗിച്ച് കെട്ടിവെക്കണം എന്നത് തെറ്റായ പ്രസ്താവനയാണ്. താഴെ പറയുന്നതിൽ പ്രഥമ ശുശ്രൂഷകൻ ചെയ്യരുതാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ പ്രഥമ ശുശ്രൂഷകൻ ചെയ്യരുതാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 4. അറിയാവുന്ന ചികിത്സ നൽകണം. അറിയാവുന്ന ചികിത്സ നൽകുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥി മാംസപേശികളും ത്വക്കും ഭേദിച്ച് പുറത്തു വരുന്നത്. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥി മാംസപേശികളും ത്വക്കും ഭേദിച്ച് പുറത്തു വരുന്നതിനെ എന്ത് പറയുന്നു? ആൻസർ ഓപ്ഷൻ ഡി, വിഷമഭംഗം. വിഷമഭംഗമാണ് അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥി മാംസപേശികളും ത്വക്കും ഭേദിച്ച് പുറത്തു വരുന്നത്. IT നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? IT നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, വകുപ്പ് 66F. വകുപ്പ് 66F ആണ് IT നിയമത്തിലെ സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, വകുപ്പ് 66D. വകുപ്പ് 66D ആണ് കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 പറയുന്നത്. LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ഈഥൈൽ മെർക്യാപിറ്റൈൻ. ഈഥൈൽ മെർക്യാപിറ്റൈൻ ആണ് LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവിന്റെ പേര്. അപകടകരമായ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എമർജൻസി ഇൻഫോർമേഷൻ പാനലിലെ 3YE എന്ന കോഡിലുള്ള സംഖ്യ 3 സൂചിപ്പിക്കുന്നത് എന്താണ്? അപകടകരമായ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എമർജൻസി ഇൻഫോർമേഷൻ പാനലിലെ 3YE എന്ന കോഡിലുള്ള സംഖ്യ 3 സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ ബി, പദ ഉപയോഗിക്കുക, ഫോം ഉപയോഗിക്കുക എന്നതാണ് എമർജൻസി ഇൻഫോർമേഷൻ പാനലിലെ 3YE എന്ന കോഡിലുള്ള സംഖ്യ 3 സൂചിപ്പിക്കുന്നത്. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ സി, 21%. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് 21%. താഴെ പറയുന്നവയിൽ വേപ്പർ ഡെൻസിറ്റി കൂടിയ പദാർത്ഥം ഏതാണ്? താഴെ പറയുന്നവയിൽ വാതക സാന്ദ്രത കൂടിയ പദാർത്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, LPG. LPG ആണ് താഴെ പറയുന്നവയിൽ വേപ്പർ ഡെൻസിറ്റി കൂടിയ പദാർത്ഥം. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയുടെ പേര് എന്താണ്? ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയുടെ പേര് എന്താണ്? ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. ആൻസർ ഓപ്ഷൻ സി, ഉത്പതനം. ഉത്പതനമാണ് ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയ. താഴെ പറയുന്നവയിൽ അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? താഴെ പറയുന്നവയിൽ അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് താഴെ പറയുന്നവയിൽ അഗ്നിശമന പ്രവർത്തനം ഉപയോഗിക്കുന്ന വാതകം. വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥം ഏതാണ്? വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ബെർലിയം. ബെർലിയമാണ്
വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥം. നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, നാഗ്പൂർ. നാഗ്പൂരിലാണ് നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ ആസ്ഥാനം. പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽപ്പെടാത്ത പ്രസ്താവന ഏത്? പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വളരെ പതുക്കെയും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക. വളരെ പതുക്കെയും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക എന്നത് പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ്. മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 206. 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം. ചോക്കിംഗ് എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ സി, മൊത്തമായോ ഭാഗികമായോ ശ്വാസനാളത്തിലുണ്ടാകുന്ന തടസ്സം. മൊത്തമായോ ഭാഗികമായോ ശ്വാസനാളത്തിലുണ്ടാകുന്ന തടസ്സത്തെയാണ് ചോക്കിംഗ് എന്ന് പറയുന്നത്. മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി ചെയ്യരുതാത്തത് എന്താണ്? മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി ചെയ്യരുതാത്തത് എന്താണ്? മുറിവ് തിളയ്ക്കുന്ന വെള്ളത്തിൽ കഴുകുക. മുറിവ് തിളയ്ക്കുന്ന വെള്ളത്തിൽ കഴുകുക എന്നത് മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി ചെയ്യരുതാത്ത ഒരു കാര്യമാണ്. ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ ഏത്? ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സമ്മർദ്ദത്തിൽ ബാൻഡേജ് ചെയ്യുക. സമ്മർദ്ദത്തിൽ ബാൻഡേജ് ചെയ്യുക എന്നതാണ് ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. പൊള്ളലുണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? പൊള്ളലുണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ആൻസർ ഓപ്ഷൻ എ, പൊള്ളലുണ്ടായ വ്യക്തിയെ കിടക്കുവാൻ അനുവദിക്കുക. പൊള്ളലുണ്ടായ വ്യക്തിയെ കിടക്കുവാൻ അനുവദിക്കുക എന്നതാണ് പൊള്ളലുണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ. അസ്ഥി ഒടിവിന്റെ ലക്ഷണം അല്ലാത്തത് എന്താണ്? അസ്ഥി ഒടിവിന്റെ ലക്ഷണമല്ലാത്തത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ഒടിവുള്ള ഭാഗത്തെ തൊലിയിൽ തീർച്ചയായും മുറിവുണ്ടായിരിക്കും. ഒടിവുള്ള ഭാഗത്തെ തൊലിയിൽ തീർച്ചയായും മുറിവുണ്ടായിരിക്കും എന്നത് അസ്ഥി ഒടിവിന്റെ ലക്ഷണം അല്ലാത്തതാണ്. പാമ്പ് കടിയേറ്റതിന്റെ ഒരു ലക്ഷണം. പാമ്പ് കടിയേറ്റതിന്റെ ഒരു ലക്ഷണം. ആൻസർ ഓപ്ഷൻ എ, ഒരു ജോഡി ചെറിയ മുറിവ്. പാമ്പ് കടിയേറ്റാൽ ഒരു ജോഡി ചെറിയ മുറിവ് കാണാൻ സാധിക്കും. സൈബർ ഭീകരവാദത്തിന് വിവരസാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? സൈബർ ഭീകരവാദത്തിന് വിവരസാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ. ആൻസർ ഓപ്ഷൻ ബി, ജീവപര്യന്തം തടവ്. ജീവപര്യന്തം തടവാണ് സൈബർ ഭീകരവാദത്തിന് വിവരസാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, സൈബർ പോണോഗ്രഫി. സൈബർ പോണോഗ്രഫിയാണ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത്. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണ്? ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 540 കിലോ കലോറി പെർ കിലോഗ്രാം. 540 കിലോ കലോറി പെർ കിലോഗ്രാം ആണ് ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം. ബിലീവ് എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ബിലീവ് എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ എന്നതാണ് ബിലീവിന്റെ പൂർണ്ണരൂപം. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ, 1 സി, 2 ഡി, 3 എ, 4 ബി. 1 DCP എക്സ്റ്റിങ്ക്യൂഷർ സൈഫൺ ട്യൂബ്. 2 CO2 എക്സ്റ്റിങ്ക്യൂഷർ ഡിസ്ചാർജ് ഹോൺ. 3 ഫോം എക്സ്റ്റിങ്ക്യൂഷർ ദ്രവ ഇന്ധനങ്ങളിലെ തീപിടുത്തം. 4 ജല എക്സ്റ്റിങ്ക്യൂഷർ തടി, പേപ്പർ തുടങ്ങിയവയിലെ തീപിടുത്തം. താഴെ പറയുന്നവയിൽ ഉത്പാദനത്തിന് ഉദാഹരണമായി പറയുന്ന വസ്തുക്കൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഉത്പാദനത്തിന് ഉദാഹരണമായി പറയുന്ന വസ്തു. ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രം. കർപ്പൂരം. കർപ്പൂരമാണ്
താഴെ പറയുന്നവയിൽ ഉത്പന്നത്തിന് ഉദാഹരണമായി പറയുന്ന വസ്തു. താഴെ പറയുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിന്റുള്ള വസ്തു ഏത്? താഴെ പറയുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിന്റുള്ള വസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, പെട്രോൾ. പെട്രോൾ ആണ് താഴെ പറയുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിന്റുള്ള വസ്തു. LEL എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? LEL എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ്. ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എന്നതാണ് LELൻ്റെ പൂർണ്ണരൂപം. ഓം നിയമം പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓംസ് ലോ പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, V = IR. V = IR എന്നാണ് ഓം ലോ പ്രകാരം ശരിയായത്. താഴെ പറയുന്നവയിൽ വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിൻ്റെ കാരണമാവുന്നത് ഏതെല്ലാമാണ്? താഴെ പറയുന്നവയിൽ വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിൻ്റെ കാരണമാവുന്നത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 4. 1 ഇലക്ട്രിക് ആർക്ക്, 2 ഇൻസുലേഷൻ തകരാറ്, 4 ശരിയല്ലാത്ത എർത്തിങ്. താഴെ പറയുന്നവയിൽ ശ്വാസകോശത്തിലെത്തിയാൽ ഏറ്റവും അപകടകരമായ വാതകം ഏതാണ്? താഴെ പറയുന്നവയിൽ ശ്വാസകോശത്തിലെത്തിയാൽ ഏറ്റവും അപകടകരമായ വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ആണ് താഴെ പറയുന്നവയിൽ ശ്വാസകോശത്തിലെത്തിയാൽ ഏറ്റവും അപകടകരമായ വാതകം. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 1 മാത്രം. 1 ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ സാധാരണയായി പ്രായമായവരിലാണ് സംഭവിക്കുന്നത്. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ സാധാരണയായി പ്രായമായവരിലാണ് സംഭവിക്കുന്നത് എന്നത് ശരിയല്ലാത്തതാണ്. താഴെ പറയുന്നവയിൽ ഒരേ അർത്ഥം വരുന്നവ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഒരേ അർത്ഥം വരുന്നവ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി, 2ഉം 4ഉം. 2 സ്കാൾഡ്, 4 കോൾഡ് ബേൺസ്. സ്കാൾഡും കോൾഡ് ബേൺസും താഴെ പറയുന്നവയിൽ ഒരേ അർത്ഥം വരുന്നവയാണ്. ഓക്സിജനെ നീക്കം ചെയ്ത് തീയണയ്ക്കുന്ന മാർഗം ഏതാണ്? ഓക്സിജനെ നീക്കം ചെയ്ത് തീയണയ്ക്കുന്ന മാർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 2ഉം 3ഉം. 2 സ്മോത്തറിംഗ്, 3 ബ്ലാങ്കറ്ററിംഗ്. സ്മോത്തറിങ്ങും ബ്ലാങ്കറ്ററിങ്ങുമാണ് ഓക്സിജനെ നീക്കം ചെയ്ത് തീയണയ്ക്കുന്ന മാർഗം. CNGയുടെ പ്രധാന ഘടകമാണ്. CNGയുടെ പ്രധാന ഘടകം. ആൻസർ ഓപ്ഷൻ എ, മീഥേൻ. മീഥേനാണ് CNGയുടെ പ്രധാന ഘടകം. CPR എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? CPR എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ ആണ് CPRൻ്റെ പൂർണ്ണ രൂപം. എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത് ഏതാണ്? എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, അഡ്രിനാലിൻ. അഡ്രിനാലിനാണ് എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത്. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് ഏകദേശം എത്ര ശതമാനമാണ്? അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് ഏകദേശം എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ ഡി, 21%. 21%മാണ് അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ്. സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്കെടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവാണ്. സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്കെടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവ്. ആൻസർ ഓപ്ഷൻ എ, ടൈഡൽ വോളിയം. ടൈഡൽ വോളിയമാണ് സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്കെടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിനാണ് ആൻസർ ഓപ്ഷൻ സി, വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിച്ചിട്ടുള്ള വസ്തുക്കൾ ഇലക്ട്രോണിക് ഫോമിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിച്ചുള്ള വസ്തുക്കൾ ഇലക്ട്രോണിക് ഫോമിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സെക്ഷൻ 67B. സെക്ഷൻ 67B ആണ്
ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിച്ചിട്ടുള്ള വസ്തുക്കൾ ഇലക്ട്രോണിക് ഫോമിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം നിയമപരമായ അധികാരം ഉപയോഗിച്ച് അനുമതിയില്ലാതെ ഒരു വ്യക്തി ഇലക്ട്രോണിക് ഡേറ്റയിലേക്ക് കടന്നുകയറുന്നതും അത് മറ്റൊരു വ്യക്തിക്ക് വെളിപ്പെടുത്തി നൽകുകയും ചെയ്യുന്നതിനുള്ള ശിക്ഷ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സെക്ഷൻ 72. സെക്ഷൻ 72 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം നിയമപരമായ അധികാരം ഉപയോഗിച്ച് അനുമതിയില്ലാതെ ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ഡേറ്റയിലേക്ക് കടന്നുകയറുകയും അത് മറ്റൊരു വ്യക്തിക്ക് വെളിപ്പെടുത്തി നൽകുകയും ചെയ്യുന്നതിനുള്ള ശിക്ഷ. ക്ലാസ് സി ഫയറുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ക്ലാസ് സി ഫയറുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഒന്ന് മാത്രം. 1. ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് സി ഫയറുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ജ്വലനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ജ്വലനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഇവയെല്ലാം. 1. ജ്വലനത്തിന്റെ നിലനിൽപ്പ് ജ്വലന സ്വഭാവമുള്ള വസ്തുവിന്റെയും ഓക്സിജന്റെയും ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. 2. ജ്വലനം ഒരു താപമോചക രാസപ്രവർത്തനമാണ്. 3. ഒരു വസ്തു ഓക്സിജനുമായി സംയോജിച്ച് താപവും പ്രകാശവും പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ് ജ്വലനം. ഒരു വസ്തു ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ ഡാഷ് എന്ന് പറയുന്നു. ഒരു വസ്തു ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ ഡി, ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ. ഒരു വസ്തു ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നു. ഉത്പതനം എന്ന പ്രക്രിയ ചുവടെ ചേർക്കുന്ന ഏത് ഖരപദാർത്ഥത്തിലാണ് സംഭവിക്കാത്തത്? ഉത്പതനം എന്ന പ്രക്രിയ ചുവടെ ചേർക്കുന്ന ഏത് ഖരപദാർത്ഥത്തിലാണ് സംഭവിക്കാത്തത്? ആൻസർ ഓപ്ഷൻ ബി, സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന ഖരപദാർത്ഥത്തിലാണ് ഉത്പതനം എന്ന പ്രക്രിയ നടക്കാത്തത്. താഴെ പറയുന്നവയിൽ ഏത് അവസ്ഥയിലാണ് സംവഹനം പ്രധാനമായും നടക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതവസ്ഥയിലാണ് സംവഹനം നടക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും മാത്രം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും മാത്രമാണ് സംവഹനം പ്രധാനമായും നടക്കുന്നത്. ദ്രവരൂപത്തിലുള്ള അമോണിയ കൊണ്ടുപോകുന്ന ടാങ്കറുകളിൽ നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ട UN നമ്പർ ഏതാണ്? ദ്രവരൂപത്തിലുള്ള അമോണിയ കൊണ്ടുപോകുന്ന ടാങ്കറുകളിൽ നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ട UN നമ്പർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, UN 1005. UN 1005 എന്നതാണ് ദ്രവരൂപത്തിലുള്ള അമോണിയം കൊണ്ടുപോകുന്ന ടാങ്കറുകളിൽ നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ട UN നമ്പർ. മൾട്ടിപർപ്പസ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ്? ABC ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, മോണോ അമോണിയം ഫോസ്ഫേറ്റ്. മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ് ABC ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കെമിക്കൽ. DCP ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ പൗഡർ പുറത്തേക്ക് തള്ളുന്നതിനായി ഉപയോഗിക്കുന്ന വാതകം താഴെ പറയുന്നവയിൽ ഏതാണ്? ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ പൗഡർ പുറത്തേക്ക് തള്ളുന്നതിനായി ഉപയോഗിക്കുന്ന വാതകം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആണ് DCP ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ പൗഡർ പുറത്തേക്ക് തള്ളുന്നതിനായി ഉപയോഗിക്കുന്ന വാതകം. യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപം. യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായുള്ള താപമാണ്. ആൻസർ ഓപ്ഷൻ സി, വിശിഷ്ട താപധാരിത. വിശിഷ്ട താപധാരിതയാണ് യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപം. MSDSന്റെ പൂർണ്ണരൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? MSDSന്റെ പൂർണ്ണരൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റാണ് MSDSന്റെ പൂർണ്ണരൂപം. ഈ ചോദ്യങ്ങളൊക്കെ
PSC പലതവണ ആവർത്തിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ശ്വാസം സാധാരണ രീതിയിൽ എടുക്കാത്ത, പ്രതികരിക്കാത്ത ഒരു മുതിർന്ന വ്യക്തിയെ കണ്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ശ്വാസം സാധാരണ രീതിയിൽ എടുക്കാത്ത, പ്രതികരിക്കാത്ത ഒരു മുതിർന്ന വ്യക്തിയെ കണ്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, തോളിൽ തട്ടി ഉറക്കെ വിളിച്ച് പ്രതികരണം പരിശോധിക്കുക. തോളിൽ തട്ടി ഉറക്കെ വിളിച്ച് പ്രതികരണം പരിശോധിക്കുക എന്നതാണ് ശ്വാസം സാധാരണ രീതിയിൽ എടുക്കാത്ത, പ്രതികരിക്കാത്ത ഒരു മുതിർന്ന വ്യക്തിയെ കണ്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നിലവിലെ AHA മാർഗനിർദ്ദേശപ്രകാരം ഒരു രക്ഷകൻ ചെയ്യുന്ന മുതിർന്നവരുടെ CPRൽ നെഞ്ചമർത്തലും ശ്വാസവും തമ്മിലുള്ള അനുപാതം എത്രയാണ്? നിലവിലെ AHA മാർഗനിർദ്ദേശപ്രകാരം ഒരു രക്ഷകൻ ചെയ്യുന്ന മുതിർന്നവരുടെ CPRൽ നെഞ്ചമർത്തലും ശ്വാസവും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 30 നെഞ്ചമർത്തൽ 2 ശ്വാസം. 30 നെഞ്ചമർത്തൽ 2 ശ്വാസമാണ് നിലവിലെ AHA മാർഗനിർദ്ദേശപ്രകാരം ഒരു രക്ഷകൻ ചെയ്യുന്ന മുതിർന്നവരുടെ CPRൽ നെഞ്ചമർത്തലും ശ്വാസവും തമ്മിലുള്ള അനുപാതം. ഹൃദയസ്തംഭനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് AED. AED എന്നാൽ ഹൃദയസ്തംഭനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് AED. AED എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫൈബ്രിലേറ്റർ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫൈബ്രിലേറ്റർ ആണ് AED എന്നത്. ഹെയ്ംലിക് മാനുവർ അഥവാ അബ്ഡോമിനൽ ത്രസ്റ്റ് ഏത് അടിയന്തരാവസ്ഥയ്ക്കുള്ള ശരിയായ പ്രഥമ ശുശ്രൂഷയാണ്? ഹെയ്ംലിക് മാനുവർ അഥവാ അബ്ഡോമിനൽ ത്രസ്റ്റ് ഏത് അടിയന്തരാവസ്ഥയ്ക്കുള്ള ശരിയായ പ്രഥമ ശുശ്രൂഷയാണ്? ആൻസർ ഓപ്ഷൻ ബി, ബോധമുള്ള മുതിർന്ന വ്യക്തിയുടെ ഗുരുതരമായ ശ്വാസതടസ്സം. ബോധമുള്ള മുതിർന്ന വ്യക്തിയുടെ ഗുരുതരമായ ശ്വാസതടസ്സത്തിനുള്ള പ്രഥമ ശുശ്രൂഷയാണ് ഹെയ്ംലിക് മാനുവർ അഥവാ അബ്ഡോമിനൽ ത്രസ്റ്റ്. വിഷമുള്ള പാമ്പ് കടിയേറ്റാൽ ശരിയായ പ്രഥമ ശുശ്രൂഷ ഏതാണ്? വിഷമുള്ള പാമ്പ് കടിയേറ്റാൽ ശരിയായ പ്രഥമ ശുശ്രൂഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, രോഗിയെ ശാന്തനാക്കി കടിയേറ്റ കൈകാൽ അനക്കാതെ വെച്ച് ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക. രോഗിയെ ശാന്തനാക്കി കടിയേറ്റ കൈകാൽ അനക്കാതെ വെച്ച് ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് വിഷമുള്ള പാമ്പ് കടിയേറ്റാൽ ശരിയായ പ്രഥമ ശുശ്രൂഷ. മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ ശുപാർശ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷ എന്ത്? മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ ശുപാർശ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, മുന്നോട്ട് കുനിഞ്ഞ് മൂക്കിന്റെ മൃദുവായ ഭാഗം 10-15 മിനിറ്റ് പിടിച്ചമർത്തുക. മുന്നോട്ട് കുനിഞ്ഞ് മൂക്കിന്റെ മൃദുവായ ഭാഗം 10-15 മിനിറ്റ് പിടിച്ച് അമർത്തുക എന്നതാണ് മൂക്കിൽ നിന്നും രക്തം വരുമ്പോൾ ശുപാർശ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷ. സംസാരിക്കാനോ ചുമയ്ക്കാനോ കഴിയാത്ത ശ്വാസതടസ്സമുള്ള ബോധമുള്ള മുതിർന്ന വ്യക്തി കാണിക്കാൻ സാധ്യതയുള്ള സാർവത്രിക ലക്ഷണം ഏത്? സംസാരിക്കാനോ ചുമയ്ക്കാനോ കഴിയാത്ത ശ്വാസതടസ്സമുള്ള ബോധമുള്ള മുതിർന്ന വ്യക്തി കാണിക്കാൻ സാധ്യതയുള്ള സാർവത്രിക ലക്ഷണം എന്താണ്? ആൻസർ ഓപ്ഷൻ എ, 1-2 കൈകൾ കൊണ്ട് തൊണ്ടയിൽ പിടിക്കുക. 1 അഥവാ 2 കൈകൾ കൊണ്ട് തൊണ്ടയിൽ പിടിക്കുക എന്നതാണ് സംസാരിക്കാനോ ചുമയ്ക്കാനോ കഴിയാത്ത ശ്വാസതടസ്സമുള്ള ബോധമുള്ള മുതിർന്ന വ്യക്തി കാണിക്കാൻ സാധ്യതയുള്ള സാർവത്രിക ലക്ഷണം. എല്ല് തൊലി പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ടുള്ള തുറന്ന ഒടിവിന് ചെയ്യേണ്ട ശരിയായ പ്രഥമ ശുശ്രൂഷ ഏത്? എല്ല് തൊലി പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ടുള്ള തുറന്ന ഒടിവിന് ചെയ്യേണ്ട ശരിയായ പ്രഥമ ശുശ്രൂഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മുറിവ് അണുവിക്തമായ തുണി കൊണ്ട് മൂടി എല്ലിൽ അമർത്താതെ കൈകാൽ സ്പ്ലിന്റ് ചെയ്യുക. മുറിവ് അണുവിമുക്തമായ തുണി കൊണ്ട് മൂടി എല്ലിൽ അമർത്താതെ കൈകാൽ സ്പ്ലിന്റ് ചെയ്യുക എന്നതാണ് എല്ല് തൊലി പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ടുള്ള തുറന്ന ഒടിവിന് ചെയ്യേണ്ട ശരിയായ പ്രഥമ ശുശ്രൂഷ. നട്ടെല്ലിന് പരിക്ക് സംശയിക്കുന്ന വ്യക്തിയെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്താണ്? നട്ടെല്ലിന് പരിക്ക് സംശയിക്കുന്ന വ്യക്തിയെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, തല, കഴുത്ത്, നട്ടെല്ല് എന്നിവ നേരെയാക്കി നിർത്തുക. ജീവന് ഭീഷണിയുണ്ടെങ്കിൽ മാത്രം അനക്കുക. തല, കഴുത്ത്, നട്ടെല്ല് എന്നിവ നേരെയാക്കി നിർത്തുക. ജീവന് ഭീഷണിയുണ്ടെങ്കിൽ മാത്രം അനക്കുക. ഇതാണ് നട്ടെല്ലിന് പരിക്ക് സംശയിക്കുന്ന വ്യക്തിയെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം. അപസ്മാരം വന്ന വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷയിൽ ശരിയായത് ഏതാണ്? അപസ്മാരം വന്ന വ്യക്തിക്ക്
പ്രഥമ ശുശ്രൂഷയിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. പരിക്കുകൾ ഒഴിവാക്കാൻ ചുറ്റുപാടുകൾ സുരക്ഷിതമാക്കുക. പരിക്കുകൾ ഒഴിവാക്കാൻ ചുറ്റുപാടുകൾ സുരക്ഷിതമാക്കുക എന്നതാണ് അപസ്മാരം വന്ന വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷയിൽ ശരിയായി ചെയ്യേണ്ടത്.